നാളത്തെ ഇന്ത്യ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. നാളത്തെ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും എന്നതിൻ്റെ ഒരു സന്ദേശമാണ്, ഒരു മെസ്സേജായിട്ടാണ് ആ രാഷ്ട്രീയത്തെ കാണേണ്ടത്. ഇത് ഇദ്ദേഹം SC/ST വിഭാഗത്തിലുള്ള സഹോദരങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു മാസം മുമ്പേ ആണ് നമ്മുടെ കൃഷ്ണകുമാർ, നടൻ കൃഷ്ണകുമാർ കുഴി, അയാളുടെ ഒരു ഭൂതകാല കാര്യം പറഞ്ഞത്. കുഴിയിൽ ഒഴിച്ച് ഭക്ഷണം കൊടുത്ത് കഴിപ്പിച്ചതിൻ്റെ അഭിമാനം കൊണ്ടത് ഏതാണ്ട് ഒരു മാസം മുമ്പാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണിത്. SC/ST വിഭാഗങ്ങളുമായി ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ത്യാഗം പറയുകയാണ്. ഇത് യാദൃച്ഛികമാണ്. ഇത് ഇവരെന്നും പറയുന്നതൊന്നും യാദൃച്ഛികമായോ അല്ലെങ്കിൽ അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടോ, അറിവ് കൂടിയോണ്ട് പറയുന്നതാണ്. ഇതാണ് നാളത്തെ ഇന്ത്യ എന്ന് ഇവിടുത്തെ ദളിതരോടും പിന്നോക്കക്കാരോടും മറ്റ് വിഭാഗങ്ങളോടും പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഉദാഹരണത്തിന് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്നതിന് ഏതാനും ആഴ്ച മുമ്പാണ് ഡോക്ടർ M കുഞ്ഞാമൻ മരിക്കുന്നത്. ഡോക്ടർ M കുഞ്ഞാമൻ്റെ ആത്മകഥയിൽ പറയുന്നത് തന്നെ ഈ കുഴി കുത്തി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എതിര് എന്ന് പറയുന്നത് വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആത്മകഥയാണ്. ആ ആത്മകഥയിൽ പാണൻ സമുദായമായ അദ്ദേഹം സ്കൂളിൽ പോകുന്നത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സവർണ ജാതിക്കാരുടെ എച്ചിലിൽ ഭക്ഷണം കഴിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കുന്നത് കുഴിയിൽ ഇരുന്നുകൊണ്ടാണ്. ഇത് കേരളം മുഴുവൻ ചർച്ചയായി, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ അറിയുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഇവർ പറയുമ്പോൾ, അതും കുഞ്ഞാമൻ മരിച്ചിട്ട് 2-3 ആഴ്ച കഴിയുമ്പോഴാണ് കൃഷ്ണകുമാർ കുഴിയിൽ ചോറ് കൊടുത്തതിനെക്കുറിച്ച് അഭിമാനിക്കുന്നത്. അപ്പോൾ ഒന്ന് ദുഃഖമാണ്, മറ്റൊന്ന് അഭിമാനമാണ്. ഞാൻ ഈ കുറേ കൊല്ലം മുമ്പുള്ള ഈ കുഞ്ഞാമൻ സാർ മരിച്ചപ്പോൾ ഒരു പഴയൊരു ഇൻ്റർവ്യൂവിൻ്റെ, MG രാധാകൃഷ്ണൻ സാർ നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ഇന്ത്യ ടുഡേയുടെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടായി. അതിൽ കുഞ്ഞാമൻ സാർ പറയുന്നുണ്ട്, അദ്ദേഹം വാടാനംകുറിച്ചിയായിരുന്നു, പാലക്കാട്. അദ്ദേഹം അവിടെ പാണൻ സമുദായം ദളിതരിലും ദളിതരാണ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞൊരു വാചകം എൻ്റെ പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടുപോയി. അതായത് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂരയിൽ അന്ന് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും വരാറുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ചാണകത്തിണയിലിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു MLA ഉണ്ടായിരുന്നു. അത് EMS നമ്പൂതിരിപ്പാടാണെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പോഴും EMS എന്ന് പറയുമ്പോൾ എൻ്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. എനിക്ക് ദൈവത്തെക്കുറിച്ചെന്ന് പറയുന്നത് പോലെയാണ്. അദ്ദേഹം അതിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ എവിടെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ജാതി വിരുദ്ധ മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഏറ്റവും മുകളിലാണ് ഭൂപരിഷ്കരണ പ്രസ്ഥാനം. ഭൂപരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിന് എത്രയോ മീതെയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ജ്യോതി ബഫുലെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഫ്യൂഡലിസത്തിൻ്റെ കഥ കഴിച്ചത് ഇവിടുത്തെ ഭൂപരിഷ്കരണ പ്രസ്ഥാനമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നേടിയ നേട്ടങ്ങൾ ഒക്കെ പിന്നോട്ട് ചലിച്ച്, ആ റീലിനെ പിന്നോട്ട് തിരിച്ചുകൊണ്ട് നൽകുന്ന ഒരു മെസ്സേജാണ്, ഒരു സന്ദേശമാണെന്നും അത് നാളത്തെ ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ശരിയായ ഒരു ചിത്രമാണ് K. സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.